ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു വെറൈറ്റി സ്റ്റഫ്ഡ് പിസ്സയാണ്. എല്ലാവർക്കും വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്റ്റഫ്ഡ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ സ്റ്റഫ്ഡ് പിസ്സ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ 10 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് മിക്സ് ആണ്. 1 ടീസ്പൂൺ അളവിലുള്ള ഈസ്റ്റും 1 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാരയും കൂടി 1 ഗ്ലാസ് ചെറു ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം ഈസ്റ്റ് ആക്റ്റീവായിട്ട് വന്നോളും. അങ്ങനെ ആക്റ്റീവാക്കി എടുത്തിട്ടുള്ള ഈസ്റ്റ് മിക്സ് ആണിത്. ഈ ഈസ്റ്റ് മിക്സിൽ നിന്നും കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിരുന്നുള്ളൂ, ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് മിക്സ് മുഴുവനായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്ക് മുകളിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഡോ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഡോക്ക് മുകളിലായിട്ട് ഒരല്പം ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഡോ കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടച്ചു വെച്ചാലും മതി. ഇനി നമുക്ക് ഈ ഡോ 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിസ്സ ഡോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഇതാ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചിക്കൻ തിക്ക മസാലയാണ്. ചിക്കൻ തിക്ക മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റഫ്ഡ് മസാലക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ചിക്കൻ തിക്ക മസാല കയ്യിലില്ലാത്തവരാണെങ്കിൽ സാധാരണ ചിക്കൻ മസാല ഈ ഒരു അളവിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. പൗഡറുകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പൗഡറുകളെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് എടുത്തതിന് ശേഷം നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരല്പം ചിക്കൻ ബ്രസ്റ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ചിക്കൻ സ്റ്റഫ്ഡ് പിസ്സയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചിക്കനും മസാലയും കൂടി നമ്മളിവിടെ നന്നായിട്ട് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം കുക്കാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കുക്കാകാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്നു വെച്ചുമാണ് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കെച്ചപ്പ് ആണ്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മയൂനൈസ് കൂടി ചേർത്ത് കൊടുക്കാം.
മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് കാണാം. കെച്ചപ്പും മയോനൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പിസ്സ ഡോ ഒന്നുകൂടി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കിത് കുഴച്ചെടുക്കാം. പിസ്സ ഡോ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ അളവിലായിട്ടാണ് നമ്മൾ 5 എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ഡോ ആയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്റ്റഫ്ഡ് മസാല ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം മസാല വെക്കാൻ പറ്റുന്നോ അത്രത്തോളം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡോ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഡോയും ക്ലോസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാനിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ടൈപ്പിലാണ് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഗ്ലേസിങ്ങിന് വേണ്ടി ഒന്ന് എഗ്ഗ് വാഷ് ചെയ്യാം. അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് വെച്ച് നമുക്കിതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും എഗ്ഗ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കുക്കാകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമ്മൾ ഒരു പഴയ തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റഫ്ഡ് പിസ്സ ബേക്ക് ആക്കാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുകൾ ഭാഗമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചൂടാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സ്റ്റഫ്ഡ് പിസ്സ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.